അരുൺ സെറ്റിൽ എങ്ങനെ മാനേജ് ചെയ്തു? എല്ലാ സീനിലും രണ്ടുപേരുണ്ട്. അപ്പൊ അരുൺ എന്ന് വിളിച്ചാൽ രണ്ടുപേരും വരും. സന്ധ്യനെ വിളിക്കൂ, അരുണിനെ വിളിക്കൂ എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും വരും. ഈ സിനിമയുടെ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് പേർക്ക് എങ്ങനെയായിരിക്കും ഈ സിനിമ വർക്കാവാൻ പോകുന്നത്, പുതിയ കുറെ ഫേസസ് നമ്മൾ കാണുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരുപാട് പേരെ മനസ്സിലുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ഈ കാസ്റ്റിംഗ്, അല്ലെങ്കിൽ സുരാജേന്റെയും ഷർഫിക്കയുടെ ഒരു കോംബോ? ഇതൊക്കെ ഒരു സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ പടം തുടങ്ങുന്നതിന് മുന്നേ. അപ്പൊ ആ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ അതിന്റെ കാസ്റ്റിംഗ് പ്രോസസ് സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതും ആണ് കാസ്റ്റിംഗ്. എസ്പെഷ്യലി നമ്മളൊരു സിനിമ ഒരു ഹീറോ ഡ്രിവൺ ആയിട്ടുള്ള ഒരു സിനിമ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഇതിനകത്ത് ഷറഫ്, സുരാജ്, സന്ദീപ്, പിന്നെ ഇവരെല്ലാവരും അവരുടേതായ ഈക്വൽ സ്പേസിലൂടെയാണ്. ഇപ്പോൾ ഈച്ച് ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ രഞ്ജിത്ത് സാർ കുറച്ച് നേരത്തേക്ക് ഡിസപ്പിയർ ആവും, ഷാജി കുറച്ച് നേരത്തേക്ക് ഡിസപ്പിയർ ആവും. രണ്ട് സീനിയർ കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ബോയ്സിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ അതിലും ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. മെയിൻ ലീഡിലേക്ക് വരുമ്പോൾ ഒരു പ്രൊഡക്ഷൻ ഹൗസ് അല്ലെങ്കിൽ പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റാർസ് ഉണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണ്. അങ്ങനെ പലരെ അപ്രോച്ച് ചെയ്തിരുന്നു, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് വർക്കായില്ല. ബട്ട് സുരാജിൻ്റെ ക്യാരക്ടർ ആദ്യം തൊട്ട് നമ്മൾ ഫിക്സ്ഡ് ആയിരുന്നു. ബട്ട് സുരാജിനെ കൺവിൻസ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുത്തു. ബിക്കോസ് സുരാജ് പല കൺഫ്യൂഷൻ ഉണ്ട് അതിനകത്ത്. ഇപ്പൊ ഡ്രിങ്ക് ചെയ്യുന്ന സീനില്ലേ, അത് എങ്ങനെയാണ് ഒരാൾ കുടിക്കുമ്പോൾ, ഞാൻ പറഞ്ഞ അതാണല്ലോ ഇത് മറ്റേ ആൾക്ക് വരുന്ന ആ കൺഫ്യൂഷൻ. എപ്പോഴും മനു വിളിക്കും എൻ്റെ അടുത്ത്, ഞാൻ പറയും സുരാജ് ഓക്കെയാണ്, ഞങ്ങൾ പലയിടത്തും വെച്ച് കാണുമ്പോൾ ചെയ്യുന്നുണ്ട് കേട്ടോ, ഞങ്ങൾ അങ്ങനെയാണ് കൺവിൻസിങ് ആണെങ്കിൽ ചെയ്യുന്നുണ്ട് കേട്ടോ എന്ന് പറയും. അപ്പോൾ ആന്ന് പറഞ്ഞ് പോകും. പക്ഷെ മനു വിളിക്കുമ്പോഴത്തേക്ക് പല കൺഫ്യൂഷൻസാണ്. സിനിമ ഷൂട്ടിംഗ് മറ്റന്നാളാണ്. അപ്പോൾ ആദ്യത്തെ കുറച്ച് പോർഷൻ സുരാജ് വേണ്ട, 10-15 ദിവസത്തേക്ക് വേണ്ട, പക്ഷേ ഒരു 4 ദിവസം വന്നിട്ട് പോകണം. അപ്പോഴും സുരാജ് കൺഫേംഡ് അല്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ പാന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചോണ്ട് വീട്ടിൽ പോയി. എന്താണ് ഡൗട്ട്? ആദ്യം ഞാൻ മനുവിന് പോലും അറിഞ്ഞൂടാത്ത ഒരു ലോജിക്ക് ഞാൻ ഇട്ടു. അപ്പം അത് സിനിമയിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരാൾ കുടിച്ചാൽ മറ്റേ ആൾക്ക് എങ്ങനെയാണ് പ്രശ്നം വരുന്നത് എന്നുള്ളത്. അപ്പം സുരാജ് ചോദിച്ചപ്പോൾ ഞാൻ ഈ കുടിക്കുന്നത് എന്ന് പറയുന്നത് മറ്റേ നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയാണ് അഫക്റ്റ് ചെയ്യുന്നത്, മറ്റൊന്ന് നമ്മുടെ മൈൻഡിനെയല്ലേ എഫക്റ്റ് ചെയ്യുന്നത് ആണല്ലേ. ഡയലോഗ് ഇട്ടത് ആക്ച്വലി ഇത് കവർ ചെയ്യാം. ഇത് ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു ഡയലോഗ് നമുക്ക് ആഡ് ചെയ്യാം, അത് ആഡ് ചെയ്താൽ തീരുമായിരിക്കും അല്ലേ എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയാണ് ആ സെയിം സാധനം ഞാൻ മനുവിന്റെ അടുത്ത് പറഞ്ഞു, അത് അങ്ങനെ ഞങ്ങൾ ആഡ് ചെയ്തിട്ട് പ്രശ്നം തീർന്നല്ലോ. ആ എപ്പിസോഡിൽ ഇവൻ പറയുന്ന എല്ലാ ഡയലോഗും സുരാജേട്ടൻ ചോദിച്ചിട്ടുള്ളതാണ്. അത് ചോദിച്ചത് ഞാൻ ഉത്തരം പറഞ്ഞതുമാണ്. ആ ഉത്തരം പറഞ്ഞ സാധനങ്ങൾ അതേപോലെ അങ്ങോട്ട് ആഡ് ചെയ്ത് ആ കൺഫ്യൂഷൻ അവിടെ അങ്ങ് തീർത്തു.